ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ബട്ട് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് 70 to 28 ആണെങ്കിലാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുക. ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അക്കൗണ്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കാനറ ബാങ്കിൻ്റെ ആസ്പെയർ എന്ന അക്കൗണ്ടാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും അധികം ഫീച്ചേഴ്സും അതുപോലെ വിത്തൗട്ട് എനി ഫീ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അക്കൗണ്ടാണ് കാനറ ബാങ്കിൻ്റെ ആസ്പെയർ എന്ന അക്കൗണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ഇനി നിങ്ങൾ 5000 രൂപ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഈ അക്കൗണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ്വെറയുടെ ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാം. ഈ സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ മന്ത്ലി 5000 രൂപ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ചാർജസ് ഒക്കെ പിടിക്കുന്നതായിരിക്കും. ബട്ട് നിങ്ങൾക്ക് കോഴ്സ്വെറയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, സാധാരണ രീതിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടൊരു അക്കൗണ്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് സീറോ ബാലൻസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇനി കോഴ്സ്വെറയുടെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെയും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്തൊരു സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാലൻസ് 25,000 ആയിരിക്കണം. അതേപോലെ തന്നെ 6 മാസത്തിനുള്ള 50 ട്രാൻസാക്ഷൻ ഡെബിറ്റ് ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഒരു കോഴ്സ്വെറയുടെ സർട്ടിഫിക്കറ്റ് കൂടി എടുക്കാം. നമുക്ക് പിന്നെ SMS ചാർജസ് ഒന്നും വരുന്നില്ല. അതേപോലെ നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ അക്കൗണ്ട് സീരീസ് എടുത്ത് 5000 രൂപ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.50% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറയ്ക്കാൻ പറ്റും. റുപ്പയുടെ പ്ലാറ്റിനം മിലേനിയ ഡെബിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാർഡിന് തന്നെ ഒരു ഫീച്ചറുണ്ട്. ബുക്ക് മൈ ഷോയിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 2 ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മിനിമം 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണം. 250 രൂപ നമുക്ക് കട്ട് ഓഫ് ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ബട്ട് ഞാൻ ഈ അക്കൗണ്ട് എടുത്തിട്ട് ഏകദേശം ഒരു മാസമായി. എനിക്ക് കിട്ടിയ ഡെബിറ്റ് കാർഡ് റുപ്പയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ്, ബട്ട് മിലേനിയ ഡെബിറ്റ് കാർഡല്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ ഇത് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് വീഡിയോ KYC വഴിയാണ്. അപ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ ബ്രാഞ്ചിൽ പോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ വീഡിയോ KYC ഒക്കെ ചെയ്ത് നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മുടെ കാർഡിനെ കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ ആധാർ കാർഡ് പാൻ കാർഡൊക്കെ ഇവിടെ ഒന്നുകൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം എന്നുള്ള കേസ് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അക്കൗണ്ട് ഡയറക്റ്റ്ലി പോയി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ബട്ട് വീഡിയോ KYC ഒക്കെ ഇവിടെ പക്കയാണ്. ഞാൻ വീഡിയോ KYC വഴിയാണ് എടുത്തത്, ഓൺലൈനായിട്ട് തന്നെയാണ് എടുത്തത്. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ബ്രാഞ്ചിൽ പോയി വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാനറ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് 70 to 28 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് സീരീസിലേക്ക് മാറാനുള്ള ഓപ്ഷനും കൂടി അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് നമുക്ക് ലോഞ്ച് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം ഇപ്പോൾ കുറേ പേര് ലോഞ്ച് ആക്സസിന് വേണ്ടി മാത്രം ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ വേറെ ഡെബിറ്റ് കാർഡ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വിത്തൗട്ട് ഫീ ആയിട്ട് ഈ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാറ്റിനം മിലേനിയ ഡെബിറ്റ് കാർഡ് അതുപോലെ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ സെയിം ഫീച്ചർ ഉപയോഗിക്കാം. ക്വാർട്ടർലി 2 ലോഞ്ച് ആക്സസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ആമസോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പേ വഴി ഫ്രൈഡേ നിങ്ങളൊരു റീചാർജോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി ബില്ലോ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഓഫർ നിങ്ങൾക്ക് കിട്ടും. അപ് ടു 100 റുപ്പീസാണ് നിങ്ങൾക്ക് ഈ ഓഫറിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ബട്ട് വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. പിന്നെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഓഫർ കിട്ടുക. നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിനായിട്ടുള്ള കാര്യം 17 വയസ്സ് മുതൽ 28 വയസ്സുള്ള ആൾക്കാർക്കാണ് തുടങ്ങാൻ പറ്റുക. ഈ 17ഉം 28ഉം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ വയസ്സുള്ള ആൾക്ക് 17 വയസ്സുകാരനും 28 വയസ്സുകാരനും ഈ അക്കൗണ്ട് യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ. അതേപോലെ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്നത് പാൻ കാർഡ്, ആധാർ കാർഡ്. ഇനി പാൻ കാർഡ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഫോം 16 നമുക്ക് സബ്മിറ്റ് ചെയ്യാം. 2 ഫോട്ടോഗ്രാഫ്സും കൂടി വേണം. ഇതിന് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് 6 ലക്ഷം രൂപയുടെ കവറേജാണ് വരുന്നത്. എയർ ആക്സിഡൻറ്റ് കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽഫായിട്ടുള്ള ആൾക്ക് 8 ലക്ഷം രൂപയും അതേപോലെ സ്പൗസായിട്ട് നിൽക്കുന്ന ആൾക്ക് 4 ലക്ഷം രൂപയാണ് എയർ ആക്സിഡൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ്. ബാഗേജ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷനായിട്ട് 50,000 രൂപ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 50,000 രൂപയുടെ ഇൻഷുറൻസും ഈ കാർഡിനൊപ്പം വരുന്നുണ്ട്. ഒരു കസ്റ്റമറിന് ഒരു അക്കൗണ്ടാണ് തുടങ്ങാൻ പറ്റുക ആസ്പെയർ എന്ന സീരീസിൽ. അതേപോലെ ജോയിൻ്റ് അക്കൗണ്ട് നമുക്ക് ആസ്പെയർ എന്ന സീരീസിൽ ചെയ്യാൻ പറ്റില്ല. RTGS IMPS ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് ഈ അക്കൗണ്ടിൽ നോർമലായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഈ അക്കൗണ്ട് തുടങ്ങി 14 ദിവസം മുതൽ 365 ദിവസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അക്കൗണ്ടിന് ചാർജസ് കൊടുക്കേണ്ടതായിട്ട് വരും. 500 രൂപയാണ് നമുക്ക് ഈ അക്കൗണ്ട് നമ്മൾ ഇത്രയും നേരത്തെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ബട്ട് നിങ്ങളൊരു കോഴ്സ്വെറയുടെ സർട്ടിഫിക്കറ്റും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപ ഈ അക്കൗണ്ട് ക്ലോസർ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം.
ഫിനാൻഷ്യൽ റിലേറ്റഡ് വീഡിയോസ്, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസ്, ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് വീഡിയോസ്, അങ്ങനെ അക്കൗണ്ട് സീരീസും ഫിനാൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.